അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിശ്ചയമായും നാം തന്നെയാണ് ഈ ഖുർആനെ അവതരിപ്പിച്ചത്. നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊള്ളുക. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിനെ കാത്തു സൂക്ഷിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം അവൻ തികച്ചും പാലിച്ചിട്ടുണ്ടെന്ന് ഉള്ളതിൽ യാതൊരു സംശയമില്ല. ആരവിശ്വസിച്ചാലും ശരി, ആര് ദുർവ്യാഖ്യാനം നടത്തിയാലും ശരി, ആര് ശത്രുത പുലർത്തി വന്നാലും ശരി, മുസ്ലിം സമുദായ മധ്യത്തെ എന്തെല്ലാം ഭിന്നിപ്പുകളുണ്ടായിരുന്നാലും ശരി, വള്ളി പുള്ളിക്ക് വ്യത്യാസം കൂടാതെ അന്ന് തൊട്ട് ഇന്നോളം അതിൻ്റെ സാക്ഷാൽ രൂപത്തിൽ അത് നിലവിലുണ്ട്. മേലിലും അങ്ങനെ തന്നെ അവശേഷിക്കുകയും ചെയ്യും. എന്നിരിക്കെ മറ്റു മതഗ്രന്ഥങ്ങളിൽ നേരിട്ടതുപോലെ മാറ്റത്തിരുത്തങ്ങളോ കൂട്ടിക്കുറക്കലുകളോ അതിൽ സംഭവിക്കുവാൻ നിവൃത്തിയില്ല. വേദഗ്രന്ഥങ്ങളടക്കം മറ്റൊരു ഗ്രന്ഥത്തിനും ലഭിക്കാത്ത ഒരു പ്രത്യേക വാഗ്ദാനമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നുള്ളതിന് ഒരു പ്രത്യേക തെളിവ് തന്നെയാണ് ഈ ആയത്ത്. ഖുർആൻ അല്ലാത്ത ദിവ്യഗ്രന്ഥങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു വിശേഷതയാണ് ഇത്. ഖുർആനെ അള്ളാഹു കാത്തുസൂക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവുമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും സമ്മതവും പ്രവൃത്തിയും അടങ്ങുന്ന ചര്യയും കാത്തുസൂക്ഷിക്കൽ അനിവാര്യമായി തീരുന്നു. ഖുർആൻ ശരിക്കും മനസ്സിലാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും നാം പഠിക്കേണ്ടതുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.